ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ബാരീസ് പ്രിസൺ റണ്ണിൻ്റെ ഹാർഡ് മോഡിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് വേഗം സമയം കളയാതെ വീഡിയോ ഇട്ട് കടക്കാം. തുടക്കം തന്നെ ഐശ്വര്യമാണ്. ആവശ്യമുള്ള സമയത്ത് തന്നെ നമ്മുടെ ഫോൺ പണിയിരുന്നു. നമുക്ക് ഹാങ് ഇയാളുടെ മുമ്പിൽ പെടുമ്പോഴേ നമ്മുടെ ഫോൺ ഹാങ് ആകാറുള്ളൂ. ഇയാൾക്ക് എന്തോ കൂടോത്രം അറിയാം. ഇയാൾ കൂടോത്രം ഇവിടെ ഭയങ്കര പാഴാണ്. നമ്മളെ കൊണ്ട് ഈ പൈപ്പിനെ വണ്ട നിൽക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിൻ്റെ കൂടെ അവിടെ വീഴുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. മാനേജ് ചെയ്യാൻ നല്ല പാടാണ്. വീണ് ശേ, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഗൈസ്. ഇപ്പം എന്ത് ചെയ്യും? മുട്ട വിഷയമാണല്ലോ. അവിടെ വീഴാതെ എപ്രാവശ്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു. ഞാൻ തട്ടിന്ന് വിചാരിച്ചേ, ജസ്റ്റ് മിസ്സായിരുന്നു. ജസ്റ്റ് മിസ് പയ്യെ ഇപ്പം വരുത്തിയിട്ട് ഇപ്പോൾ ഫോണിൽ വരച്ച് പൊട്ടിക്കുമല്ലേ. പക്ഷെ എന്നാലും അവിടം വരെ എത്തിയിട്ട് നമ്മൾ വീണ്ടും ആദ്യമായിട്ട് കളിക്കാന്നൊക്കെ പറയുന്നത്. പക്ഷേ തൊട്ട് ഫ്രണ്ട് എടുത്തിട്ട് പറ്റിയില്ല. കളിയെത്താൻ ജയിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അതൊക്കെ എന്താ അവസ്ഥയാണ്. ജസ്റ്റ് മിസ് ഇവിടെ തന്നെ നേരത്തെ തോറ്റത്. ഇയാളുടെ ഒരു ഇയാൾക്ക് എന്ത് ശ്വാസം മുട്ടുന്ന കഴിയാൻ ഒരു കൊച്ചൊരു ഉടുപ്പ് ഇട്ടുകൊണ്ട് വരും. ഇതെന്താ ഇവിടെ നമുക്ക് ഇവിടെ എന്താ കൈവശമാണ് ഇവിടെ തമ്മാതാൻ തോന്നുന്നത്. അയാളുടെ പല്ലടിയുന്ന മൂന്നാണല്ലേ. വീണ്ടും വീണ് ബട്ടൺ ഞങ്ങുന്നില്ല.
നമ്മളെ പിറകെ എന്ന ആൾ തറയിൽ, നമ്മൾ മുകളിൽ. കൊള്ളാല്ലേ? വാ, മോസ്റ്റ് ഈവിൾ പ്രിസൺ. നമ്മുടെ സെല്ലിനെ കൊണ്ട് എഴുതിയേക്കുന്നുണ്ടോ? മോസ്റ്റ് ഈവിൾ പ്രിസണേഴ്സ് സെൽ. നമ്മൾ വലിയ കുറ്റവാളിയാണ്. കൊള്ളാല്ലേ? ഇതേ കൊള്ളാല്ലേ? നമ്മൾ ബെഡയാന്ന് തോന്നി അത് ഭയങ്കര. ഇയാളുടെ ഈ മോന്താണെന്ന് എനിക്ക് ഒരു ചത്ത മീശയും ഉണ്ട്. എന്താ വീണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഴുന്നേ അറിയത്തില്ല. ഒരു വൃത്തികെട്ട പരിപാടിയാണ്. ഇവിടെ കയറുന്നുണ്ട്. ആ ലേസറിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മുടെ കയ്യങ്ങ് അറയ്ക്കും. നമ്മൾ പിന്നെ കയറുന്ന കുറച്ച് പാടാണ്. ലേസർ എത്തിയില്ല. ഈ ലേസർ തട്ടും. നമ്മളെ കൊണ്ട് ചാടാനും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. തടിയാ 100 വട്ടം തടിയെന്ന്. ഇയാൾക്കൊരു എത്ര കിലോ വെയിറ്റ് ആണ്? 200, 300, 400. 200 ഒരു തരം, 200 2 തരം വിറ്റുമായിരിക്കുന്നു. 200 കിലോ കൊഴുപ്പ് ഫ്രീ. നമ്മുടെ വാസവണ്ണം ചെയ്യുന്നു. ഇപ്പോൾ ലേസറിന് കുറച്ച് സ്പീഡ് കൂടിയത് കണക്ക് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ഇവിടം വരെ എത്തി. നമ്മൾ ചാണ്ടുള്ളായിരുന്നു, ഡിസ്റ്റൻസ് ആയിരുന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ കടന്നിരിക്കും. നമ്മുടെ ഏതാണ്ടൊരു ഊഹം വെച്ച് നമ്മൾ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് നമ്മുടെ ഊഹം പറയുന്നത്. നമ്മുടെ മനസ്സ് പറയുന്നതാണല്ലോ. അയ്യോ, ഈ ഒരു സ്ഥലം കിടക്കാൻ വേണ്ടി മാത്രം 7 മിനിറ്റ്. കൊള്ളാല്ലേ? അത് ജസ്റ്റ് മിസ്സായിരുന്നു. അത് ജസ്റ്റ് മിസ്സല്ലായിരുന്നു. അതുകൊണ്ട് ശരിയാണ്. ഈ പ്രാവശ്യം നമ്മളിത് കിടക്കും. കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞ അടുത്ത പ്രാവശ്യം അല്ലെ അടുത്ത പ്രാവശ്യം. ഇപ്രാവശ്യം നമ്മൾ മരിക്കാൻ ചാൻസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. ലേസർ തട്ടി മരിക്കാൻ ചാൻസ് കുറവാണ്. ബാരി പിടിച്ച് മരിക്കാനും ചാൻസ് ഉള്ളൂ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ബാരി പിടിച്ച് മരിക്കാനേ ചാൻസ് ഉള്ളൂ. അല്ലാതെ ലേസർ തട്ടി മരിക്കാൻ ചാൻസ് ഇല്ല ഒട്ടും. നിലാക്കായം വെളിച്ചം പൊങ്കുതിർ പറവസം നിന്നെ ഉറക്കാമൽ പൊങ്കുതിർ പുറമുഖം ഗുണ്ടുമണി ബാരി ഗുണ്ടുമണി ബാരി ഗുഞ്ചുമണി ബാരി ഗുഞ്ചുമണി ബാരി. നമ്മളെ കൊണ്ട് പറ്റൂല. ഈ ഫാൻ സ്കിപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയണേ സ്കിപ്പ് ചെയ്യാൻ. അയ്യോ, നമ്മുടെ സ്ക്രീൻ പെട്ടെന്ന് പണി തന്നു. നമ്മൾ ഈ വീഡിയോ ഇത് ചെയ്യുന്ന മാക്സിമം ഒരു 20 മിനിറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് എല്ലാം കൈയിട്ട് പോയി.
നമ്മളെ കൊണ്ട് ഇത് 20 മിനിറ്റ് തീർക്കാൻ പറ്റില്ല. ഈ കൃത്യസമയത്ത് ഈ ബട്ടൺ ഇത് അനങ്ങാത്തത്. എനിക്ക് നമ്മൾ ഈ BGMI പോലത്തെ ഗെയിംസൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ഈ ചാടുന്ന ബട്ടൺ കുറച്ച് മുകളിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വാക്കായി. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഇത്ര താന്ന് കിടക്കുന്നതുകൊണ്ട് ഈ ബട്ടണിൽ നിൽക്കാൻ ഭയങ്കര പാടാണ് എനിക്ക്. അത് കാരണം ഞാൻ ഇങ്ങനെ ഇടം തോക്കുന്നതാണ്. ഇത്ര പ്രാവശ്യം തോറ്റായതുകൊണ്ട്. അല്ലെങ്കിൽ ഈ ചാടുന്ന ഈ വിഷയമില്ലാതെ ഞാൻ തോക്കത്തില്ലായിരുന്നു. നമ്മൾ ജയിച്ചു. ഒരു 10 മിനിറ്റ് വരുന്നതിൻ്റെ കഷ്ടപ്പാടാണ്. ഇപ്പോൾ സുഖമായിട്ട് ജയിച്ചിട്ട് വന്നു. വാട്ട് ഈസ് ദിസ്? അതിനങ്ങനെ പോകാൻ പറ്റുമോ? വാവ്, ടെക്നോളജിയാ. ഓ, ടെക്നോളജിയാ. അത് താഴോട്ടാകുമ്പോഴും പോകാം, മുകളിലോട്ടാകുമ്പോഴും പോകാം. അത് എവിടെയായിരുന്നു? ഇവിടെ. ഞാൻ തട്ടിയാണ്. ഓക്കെ. ഈ ലേസർ കുറച്ച് എക്സ്ട്രാ ഹാർഡായിപ്പോയി. ഇതെന്തോ? റൈഡ് ദ മൈൻ. ഇതെന്താ ഇങ്ങനെ? വാവ്, നമ്മളെ പാലത്തിൻ്റെ ഇപ്പുറത്തെന്ന് തോന്നല്ലോ. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? ഓ, നമ്മൾ പാലത്തിൻ്റെ ഇപ്പുറമാണ്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണ്ടുള്ളത്? ഇങ്ങോട്ടാ? ഓ, പാലം ഇവിടെ. വാ, ഇതുള്ള. ഓ, അവരുടെ പുറകെ പോകാം നമുക്ക്. അവളുടെ പുറകെ പോകാം. അവൾ എനിക്ക് നമ്മുടെ പോകുന്ന സ്ഥലത്തോട്ടാണ് തോന്നുന്നു. ഇതൊക്കെ എന്തു ഹാർഡാ. അയ്യോ, മരിച്ചു. നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷേ ഈ ഓരോ പ്രാവശ്യം ഏണിയായിരുന്നു ഭയങ്കര പാടാണല്ലോ. ഓ, ഇത് നമുക്ക് പ്രാവശ്യം വരുമ്പോൾ ചാടണം ഗൈസ്. ചാടാൻ പറ്റില്ല. നമുക്ക് കുറച്ച് നേരത്തെ ചാടണം. ഇവിടുന്ന് മരിച്ചേ പ്രാവശ്യം. നേരത്തെ കുറച്ച് നേരം പോയിട്ടായിരുന്നു മരിച്ചത്. ഇപ്പോൾ അത് പോകുന്നില്ല. ഇതൊക്കെയായാലും നമ്മൾ മാക്സിമം സ്പീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പെട്ടെന്ന് തീർക്കണം വീഡിയോ. ഡ്യൂറേഷൻ ഒരുപാട് കൂടാൻ പാടില്ല നമ്മുടെ വീഡിയോയുടെ. ഓക്കെ 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 പക്ഷേ ഇവിടത്തെ തറ വീണ എന്താ? അതെന്തൊരു ഇതാ? നമ്മളെ അത് കയറി ഇന്നല്ലേ, പിന്നെ അങ്ങനെ തറ വീഴുന്നത്? അത് ഏറ്റവും പാടുള്ള പാർട്ട് ഇവിടം വരെ വീണ്ടും എക്സ്ട്രാ ആയിട്ട് തുടക്കം തൊട്ട് വരുന്നതാണ്. അത് ഭയങ്കര കഷ്ടപ്പാടാണ്. പോകുമല്ലോ ദിനാലോ ദിനാലോ. വാ, നമ്മളിവിടെ എത്തി. അങ്ങനെ ഒരുപാട് നേരം. ഇതെന്തുവാ ഇവിടെ? അതെന്തുവായിരുന്നു അവിടെ? വാവ്, lava falls.
മാറിക്കട്ടെ. ഓടിക്കോ മക്കളെ ഓടിക്കോ. പുള്ളേ നമ്മുടെ പേര് ഷുക്കൂർ, ഓടിക്കോ. ഇതിപ്പോൾ കുറച്ച് അറ്റത്തോട്ട്. മുമ്പേ നമ്മൾ സൈഡിലോട്ട് ചെറിയ ഡിസ്റ്റൻസിൽ മാറി നിന്നതായിരുന്നു. ഇപ്പോൾ നല്ല ഡിസ്റ്റൻസിൽ മാറിയതിൽ ആ മുള്ളും തട്ടി നമ്മൾ മരിച്ചു. അതാണ് ഇതിലെയും വിഷയിലും തമ്മിലുള്ള വ്യത്യാസം. ഈ ഹാർഡിൻ്റെ അകത്ത്, ഈ മോഡിൻ്റെ അകത്ത്. ഇവിടെ വ്യത്യാസം ഈ മുള്ളു തന്നെ, വേറെ എന്തുവാ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. അയ്യോ പിടിച്ച്. ആ മുള്ളടങ്ങുന്ന ഒരു കൺഫ്യൂഷനായിരുന്നു. തടിയൻ നീ പോടാ പൊണ്ണത്തടിയാ, കൊടവയറാ മുട്ടത്തടിയാ, പോടാ 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 നീ പോടാ പൊണ്ണത്തടിയാ. ഓ ഇത് കൊള്ളാം, ഈ സാധനം ഇഷ്ടപ്പെട്ടു, രസമുണ്ട്. നമ്മൾ താന്ന് വരുമ്പോൾ അതീ ചാടണം അല്ലേ, അതാണ് എൻ്റെ കളി. ഓക്കെ ഇനി എങ്ങോട്ടാ ഇതിൻ്റെ അകത്തോട്ട്. ഓക്കെ ഇതിൻ്റെ അകത്തോട്ട് അതിന് പക്ഷേ അത് നമുക്ക് പറ്റിയില്ല. ഇത് കൊള്ളാം, രസമുണ്ട് കേട്ടോ. നമുക്ക് നേരെ എന്നിട്ട് ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു സാധനം വരും, അതിനകത്തോട്ട് ചാടണം. എന്നിട്ടിപ്പോൾ ഫ്രണ്ടിലോട്ട് വീണ്ടും ഒരു സാധനം വരും, അതിൽ ചാടണം. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ഒരെണ്ണം വരും, അതിലോട്ട് നമ്മൾ ചാടും. പക്ഷേ ഇത് നമുക്ക് പറ്റുക, വീണ്ടും നമ്മൾ അവിടെ തന്നെ തോറ്റു. പക്ഷേ ബട്ടൺ പറഞ്ഞില്ലേ, ഈ ബട്ടൺ താഴെയാണ്ട് വലിയ വിഷയമാണ്. ഇത് കറക്റ്റ് അവിടെ ആയിരുന്നെങ്കിൽ വിഷയമില്ലായിരുന്നു, ഈ വിഷയം ഇത്രയ്ക്ക് വിഷയമില്ലായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് അവിടെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം. ഇത് നമ്മൾ ചെയ്യുന്ന തെറ്റ്. അവിടെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. വീണ്ടും പ്രാവശ്യവും ബട്ടൺ മുട്ട വിഷയമാണല്ലോ. ഓക്കെ ട്രൈ ജമ്പിങ്. അയ്യോ ഇവിടെയൊക്കെ കുറച്ചൊക്കെ പൊളിഞ്ഞു. ഇവിടെ എന്തോ പ്രത്യേകത. വാ ഇതുള്ളതല്ലേ, പുതിയതാണല്ലോ ഈ സാധനം, പുതിയതാണല്ലോ. ഇതെന്തോ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ മറ്റേ ചാട്ടത്തിൻ്റെ മറ്റേ ഓട്ടത്തിൻ്റെ അത്രേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. ചാട്ടത്തിന് എനിക്കറിയത്തില്ലായിരുന്നു. അത് കുറച്ച് ടാസ്കിയാണ് കേട്ടോ. നമ്മൾ ദൂരെ നിന്ന് ചാടണം, എന്നാലേ അത് കിട്ടത്തുള്ളൂ. അത് കിട്ടാൻ പാടാം. അയ്യോ അത് ബട്ടൺ ഞാൻ ഉദ്ദേശിച്ചാണെങ്കിൽ അങ്ങോട്ട് പൊങ്ങിയില്ല. കുറച്ച് കഷ്ടപ്പാടാണ്. ഇത് ജമ്പിങ് അല്ല, ഗ്രാവിറ്റിയാണ്, ഗ്രാവിറ്റി. കുറച്ചും കൂടെ ബാക്കിൽ നിന്ന് ചാടി വെക്കാം. ഇവിടെ എന്തോ എനിക്കൊന്നും കാണാൻ വയ്യില്ല, അവരൊക്കെ എന്തോ ചാടിപ്പോ. കുറച്ച് ഫ്രണ്ട് വേണം. കഫറ്റീരിയ ഇത് നമ്മൾ തുറക്കണോ? ഇതെങ്ങനെ തുറക്കും? ഇതെന്തോ? ഇവിടെ നമ്മൾ ചാടി കയറണം അല്ലേ? അയ്യോ തെറ്റിപ്പോയി. നമ്മളതിൻ്റെ മണ്ട എനിക്കാന്ന്. അയ്യോ ഇതെന്നെ ഇഷ്ടമല്ല. ഈ ഇങ്ങനെ മറ്റേതിൻ്റെ അകത്ത് ഇത് കണക്കാ
ലാഗ് ഭയങ്കര ലാഗ്. ഇതൊക്കെ നീ ലാഗ് അങ്ങോട്ട് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ബീങ് ലാഗ്. ഇതെന്താ ഫോണിന് ചെറിയ ഹാങ് അവിടെ നിന്ന് പിടിയിട്ടിട്ടുണ്ട്. അതെന്തോ കുറച്ച് ഇതിലേക്കൂടെ എവിടെയൊക്കെ പോകുന്നുണ്ട്. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ താഴെ എത്തുന്നില്ല. നമുക്കവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയ ഭാഗ്യമാണ് നമ്മുടെ. ഓക്കെ, അതിൻ്റെ മണ്ടയിൽ കൂടെ ചടഞ്ഞായിരുന്നു. ഇവിടെ എങ്ങനെയാണ് തോറ്റ എന്താ അവസ്ഥ? ഫോൺ ബൂത്ത്. ഇനി നമ്മുടെ ഫോൺ പിടിക്കുന്ന സ്ഥലമാണെന്ന് വരുന്നത്. എന്തോ ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്ന എനിക്കന്ന് ബോംബാന്ന്. ഇതൊക്കെ മുട്ടൻ. ഫൈൻഡ് എ ലാഡർ. ഇതിപ്പോൾ എവിടെ കിട്ടും ലാഡർ? നമ്മുടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? അവിടെ ലാഡർ നമ്മുടെ ബാക്ക്. ഇവിടെ ലാഡർ ഉണ്ട്. നമുക്കിത് എടുത്തിട്ട് പോവാം അവിടുന്ന്. ഇതിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ലാഡർ ഡ്രോപ്പ് ജസ്റ്റ് മിസ്സായിരുന്നു. ഇപ്പം മരിച്ചേനെ. നമ്മളെന്തോ ഭാഗ്യത്തിന് നമുക്ക് മരിച്ചില്ല. ഇത് കഷ്ടമുള്ളത്. ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ കയറി അങ്ങോട്ടും പറ്റുന്നില്ല. അങ്ങോട്ട് അയ്യോ, ലാഡർ വീണ്ടും ഇവിടെ വന്നോ? ലാഡർ വെച്ചിട്ട് നമുക്ക് കയറാൻ പോലും പറ്റത്തില്ല. എന്താ അവസ്ഥയെന്ന് നോക്കിയാണ്. ഇപ്പം ഞാൻ വലിച്ചെറിയാൻ ദേഷ്യം വരുന്നു. ഒരു പാർട്ട് 3 പ്രതീക്ഷിച്ചു എല്ലാവരും. പറയാൻ പറ്റൂല. ഈ ഞാൻ തന്നെ കളിച്ചെടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. തട്ടിയില്ല. കൊള്ളാമല്ലോ. ഇവിടെയാണ് കേട്ടോ ഫൈൻഡ് എ ലാഡർ. ഫ്രണ്ടിലോട്ട് ഡ്രോപ്പ്. ഓക്കെ പക്ഷേ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടായിരുന്നു.
ഓക്കെ, ഇതേതാണ്ട് കറക്റ്റ് പ്ലേസാണ്. പക്ഷേ എന്നാലും അത് പറ്റാത്ത എന്താണ് നമ്മളെ കൊണ്ട്. നമ്മൾ ഇതിൻ്റെ ഈസി മോഡൊക്കെ സുഖമായിട്ട് ജയിച്ചാണല്ലോ. ജസ്റ്റ് ഈ ഒരു പൊസിഷനിൽ നമ്മളെ കൊണ്ട് വേണമെങ്കിൽ കയറാൻ പറ്റുമോ തോന്നുന്നു. ആ ഒരു പൊസിഷനിൽ നമ്മളെ കൊണ്ട് കയറാൻ പറ്റും. ഓക്കെ, ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനുള്ളിൽ നമ്മൾ കയറി. എന്തോ ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ചാടാൻ പറ്റുമോടെ? പക്ഷേ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഭയങ്കര ഒന്നാമത് ഇവിടെ ഓൾറെഡി നല്ല പാടാണ്. ഫാനിൻ്റെ ഒരു കാറ്റിൻ്റെ കൂടിത് കുറച്ച് ടാസ്ക്. അതിൻ്റെ കൂടെ ഈ വൃത്തിയുടെ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് ചെറുതാകും. ഇത്തിരി നേരത്തെ കഷ്ടപ്പാടിനുള്ളിൽ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. എന്തോ ചവിട്ടി ഉടഞ്ഞാൽ പൊളിഞ്ഞു വീഴല്ലേ, ചുമ്മാ അല്ല. അത് വീണ് നമ്മൾ വീണു. കണ്ട ഈ സ്ക്രീൻ ഇതെന്താ ഇങ്ങനെ ചെറുതാവുന്നതെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് ആവും, തന്നെ അങ്ങ് ചെറുതാവും. ഇത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ഫോൺ ഹാക്കർ ചെയ്യുന്നുണ്ട്, ഹാക്കർ. അവിടെ ഭയങ്കര ഉണ്ടായി. ഇതെങ്ങനെ ചെറുതായി? ഞാനിത് ചെറുതാക്കാൻ നോക്കിയിട്ടില്ല, പിന്നെ ഇതെങ്ങനെ ചെറുതായി? ഒരുപാട് ഒത്തിരി നേരം നോക്കി. വൃത്തിയുടെ സാധനം. ഈ സ്ക്രീൻ അങ്ങ് പെട്ടെന്ന് അങ്ങ് ചെറുതായി. പിന്നെ പേടിപ്പിച്ചാണ് ഈ സ്ക്രീൻ. നമ്മളിനി ഇവിടെ മറ്റേ നമ്മുടെ ഈസി മോഡായിരുന്നു. ഇവിടെ മറ്റേ ഇതായിരുന്നു, ക്ലോസ് ദ വാൽവ്. പക്ഷെ ഇവിടെ അതിന് പകരം ഈ ഇരുമ്പിൻ്റെ ഈ വൃത്തിയുടെ സാധനം, ഒട്ട ഇള വീഴുന്ന സാധനം. അതാ കണ്ടാ വീണ് മരിച്ച്. അവനെ കൊല്ലാൻ നോക്കാം, അത് സെറ്റ്. അത് കിടിലം ഐഡിയ അല്ലേ മക്കളെ? അവൻ എന്ത് ചെയ്യുന്നു? ഉമ്മാരെ ഈ എയറിലെങ്ങനെ നിൽക്കുന്നു? എന്നെ കൊണ്ട് വരുന്നില്ലല്ലോ. എയറിലൊന്നിട്ടൊക്കെ പോകുന്നു, തള്ളിയിട്ടെന്നെ. നമ്മൾ സ്പീഡിൽ പോകാൻ സ്പീഡിൽ പോയാലേ ഞാൻ നിൽക്കും, അതിനകത്ത് നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് ആ പൈപ്പ് ചാടിക്കണമെങ്കിൽ കുറച്ച് പയ്യെ ചാടണം. പയ്യെ ചാടാനാണെങ്കിൽ പറ്റത്തതുമില്ല. നമ്മൾ കയറി എന്ന് പറഞ്ഞതാ ഈ സാധനം ഇങ്ങനെ കുഞ്ഞിഞ്ഞ് ഇള വീഴാൻ തുടങ്ങും. ഓക്കെ, ഇയാൾ നമ്മൾ അടിച്ചോടെ നിൽക്കുമോ? നമ്മളിങ്ങോട്ട് ചാടണം. നോക്കിയോ, നമ്മൾ വന്ന വഴി വേണ്ട ചാടല്ലോ. നോ ചാടൽ, ഒള്ളി പാടൽ.
ഇതൊക്കെ ഇരിക്കുമ്പോൾ ചാടുന്ന കുറച്ച് റിസ്ക്കിയാണ്. നമ്മൾ റിസ്കിലൂടെ കടന്നു വന്നവനാണ്. എല്ലാത്തിലും ഒരേപോലെ എളുപ്പമായിട്ടുള്ള ഈ വെന്റ് മാത്രമേ ഉള്ളൂ, എയർ വെന്റ്. എയർ വെന്റിന് മാത്രം ഒരു വ്യത്യാസമില്ല, അതെല്ലായിടത്തും എളുപ്പം. നടത്താണ്ടില്ലേ മൂൺ വാക്ക് ചെറുക്കൻ്റെ. നല്ല കാര്യം പറയാൻ നമ്മുടെ നാക്കിന് പറ്റില്ല. പറഞ്ഞാൽ ഉടനെ നമ്മൾ മരിക്കും. നല്ല കാര്യം സ്പോട്ടിൽ അവസാനിക്കും. ഒന്ന് നടത്തം കാണൊരു ഒയ്യ. ഭയങ്കര വിഷയമാണല്ലോ ഗൈസ്. നമുക്ക് ചെറുതായിട്ട് എന്തോ ഒരു അസ്വസ്ഥത. മരം പറക്കുവാണല്ലോ. എന്നാലും ഇവന്മാരൊക്കെ എങ്ങനെ ഏറി നിന്നത്? അങ്ങനെ എനിക്ക് സംഭവം എന്തോ മനസ്സിലായല്ലോട്ട്. ആരെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ആണെന്നില്ല. അവന്മാരെങ്ങനെ അത് ഗ്ലിച്ചാണ് എന്താണെന്ന് എനിക്ക് എന്തോ മനസ്സിലായില്ല. അതോ ഈ ലെവൽ ഈസിയും ഹാർഡും കളിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെ, നമുക്ക് ഹാർഡിൻ്റെ ആ ഒരു ഇത് വരുന്നു, അവർക്ക് ഈസിയുടെ ആ ഒരു ഇത് വരുന്നു, അങ്ങനെ ആയിരിക്കും. അറിയാവുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യാം. മൂൺ വാക്ക്, എനിക്ക് ആ മൂൺ വാക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊഞ്ചുണ്ട്. പക്ഷേ ഞാൻ നല്ലത് പറയാൻ നാക്കെടുത്ത് ആ സ്പോട്ടിൽ മേടിക്കും. നമ്മൾ നല്ലത് പറയാൻ നടത്തി. ഇനി നമ്മൾ ഈ സ്ഥലം കഴിയുന്നത് സൈലൻ്റാണ്, വാ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല നമ്മൾ വാറുന്നാലേ നമ്മളവിടെ തോക്കത്തോളൂ. നമ്മൾ വാറുന്നല്ലേ നമ്മളവിടെ ജയിക്കും. ഇതാണ് എൻ്റെ വായുടെ കഴിവ്. എൻ്റെ വായിക്ക് ഒരുപാട് കലാപരമായ കഴിവുകളുണ്ട്. പോയമി 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 നീ പോയേ നീ പോയേ നീ പോയേ എന്നാണ് പറയുന്നത്. ഇനി എവിടെ നമുക്ക് എത്തുന്നുള്ളത്? അയ്യോ, ഇപ്പം അങ്ങനെ വെച്ചാലേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മളവിടെ എത്തിയില്ല. നമുക്ക് തിരിച്ച് വന്നോളെ നമുക്ക് ചാടാം. നമ്മൾ വലിച്ച് അടുത്തത് പോയ സ്പോട്ടിൽ തന്നെ നമ്മൾ ചാടും. കണ്ടോ? പക്ഷേ നമ്മൾക്ക് മുന്നാലും പറ്റിയില്ല. ഇനി അടുത്തത് പോയ സ്പോട്ടിൽ നമ്മൾ ചാടണം. പോയില്ല, ഇതിനു മുമ്പ് നമ്മൾ ചാടിപ്പോയി. നമ്മൾ നോക്കാതെ ചാടാൻ പോണു ഗൈസ്. നമ്മൾ നോക്കാതെ ചാടി നമ്മൾ ജയിച്ചു. നമ്മൾ ജയിച്ചു, വീണ്ടും ജയിച്ചു. നമ്മൾ വീണ്ടും ജയിച്ചേ. നമ്മൾ നോക്കാതെ ചാടി നമ്മൾ ജയിച്ചു. എനിക്കിടയ്ക്ക് അതൊരു വെടിയൊക്കെ നമുക്ക് ഒരു പൊയമി എന്ന സൗണ്ട് കേൾക്കുന്നു. എനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നത്. ഇതിൻ്റെയാണ് ഈ സൗണ്ട്. നമ്മൾ ആരെയും വെടി വെക്കുന്നുണ്ടോ? ഇയാൾ നമ്മൾ വെടി വെച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ? എനിക്കിപ്പോഴാണ് മനസ്സിലായത്. തലക്കടിക്കുന്നു. അത് ലോങ് നമ്മുടെ തലക്കടിച്ചു വന്നു. ആ ചിരി കണ്ടില്ലേ കുട്ടപ്പൻ്റെ? എന്താ നമ്മളെ ഉന്നം വരാത്ത? എയിം വരാത്ത എന്താ? എയിം വരുന്നില്ല. ഇപ്പോഴെയിം വന്നു. അയാൾ അടുത്തന്നത്തെ എയിം വന്നേക്കുന്നു. എന്തിനാണ് കഷ്ടപ്പെട്ട് വന്നത്?
ആ അതകത്ത്. ഓഹ് പാവപ്പെട്ടോ മരിച്ച്. ഓ ഇനി നമ്മൾ അവിടെ നിന്ന് ചാടണം. ക്ലാസ് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഡിസ്റ്റാണോ നോക്കാം. ഡിസ്റ്റ് വരെ ഡിസ്റ്റൊന്നുമില്ല. ഇവിടെയൊക്കെ ഒരേ കണക്ക് തന്നെ. ഇതെന്താടേ ഓട്ടോമാറ്റിക് അവിടെ നിൽക്കി. ഓട്ടോമാറ്റിക്കാ ചാടും. തെറിക്കും. എക്സിറ്റ്. ആഹാ നമ്മൾ എസ്കേപ്പ് ആയോ? തന്നെ. ഓ എന്ത് ഹാർഡ്, പക്ക ഹാർഡ്. ഇതൊക്കെയാണ് ഹാർഡ് മോഡെന്ന് പറയുന്നത്. ഇതിലേ കൂടെ പോയാലല്ലേ സാറേ, ഒരു സൈഡിൽ കൂടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് ഹാർഡ് മോഡെന്ന് പറയണ്ടുള്ളൂ ശരിക്കും. അടുത്ത ഏത് മോഡാണ് ഉള്ളത്? അതും കൂടെ നമുക്ക് കളിച്ചിടാം. മാക്സിമം നോക്കാം. ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ കളിച്ചിടാൻ പറ്റൂല. അടുത്ത ഏത് മോഡാണെന്ന് അറിയത്തില്ല എനിക്ക് കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചൊല്ലണ കണ്ണിവൻ. അയ്യോ ഇവിടെ കൺട്രോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് സത്യം പറയാൻ എനിക്ക് അറിയത്തില്ല. ഇതെങ്ങനെയാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്? ഫ്രീയാ വാച്ചാട് ഫ്രീ ആയിട്ട് കിട്ടിയില്ല, നമ്മളെ പറ്റിച്ചു. ഇതും കൂടെ കിട്ടിയ സെറ്റ് മോനെ സെറ്റ്. നമ്മൾക്ക് പറ്റുന്നില്ല. നമ്മുടെ മനസ്സെന്ന് പറയുന്നു എന്താ കറക്റ്റ് സമയത്ത് വർക്കാവാത്തത്. ആ ഡയറക്ഷനിലോട്ട് മാറുന്നില്ല. എന്താ മാറാത്തത്? അതാണ് ഈ പറയുള്ളത്. എന്താ മാറാത്തത്? എന്താ കുട്ടി മാറാത്തത്? കുട്ടി മാറാത്ത എന്താ? ഓ ഇതും കൂടെ കിട്ടിയ സെറ്റ്. ഒറ്റൊരെണ്ണം. കൊണ്ട് അതും കൂടെ കിട്ടിയായിരുന്നു കറക്റ്റ് മാനേജ് ചെയ്യാൻ. ഇനിയുള്ള ആരും മൂന്നാം കിട്ടി നമ്മൾ ലാസ്റ്റത്തെ വിടൂല. കണ്ടോ, ലാസ്റ്റത്തെ നമ്മൾ പിടിക്കും. നമ്മൾ അതിനുള്ളത് എങ്ങനെയും മാനേജ് ചെയ്യും. കണ്ടോ, നമ്മൾ ആ ഡയറക്ഷനിലോട്ട് തിരിച്ചു കൊടുത്താൽ മതി. സാധനം ഈ അറ്റത്ത് ഇറങ്ങി തന്നെ ഞാൻ ചെല്ലുമ്പോൾ പക്ഷേ ഫോൺ ചതിച്ച് നമ്മളെ. വിഷയമാണ് കേട്ടോ ഈ സാധനം. ലേസർ ഇത്ര സ്പീഡിൽ എന്തിനാ ഇറങ്ങുന്നത്? പയ്യെ ഇറങ്ങിയാൽ പോലും. ലേസറിൻ്റെ അടുത്ത് ആരെങ്കിലും സ്പീഡിൽ ഇറങ്ങാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കും. ഞാൻ കടന്നില്ലേ ഭാഗം, പിന്നെ തന്നെ വീണ്ടും വന്നു. കടല ഈ ഒരു വൃത്തികെട്ട സാധനത്തിന് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതെ ഞാൻ കടന്നില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും തട്ടും സാധനം. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഗൈസ്. ഓ ഇങ്ങനെ നേരെ അങ്ങ് പോകുമ്പോൾ എല്ലാം കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു.
കിട്ടണ പ്ലീസ് കിട്ടണ പ്ലീസ്. ഓ നമുക്ക് ഭാഗ്യമുണ്ട്, നേരെ പോയപ്പോൾ എല്ലാം കിട്ടി. എന്തോ ഇവിടെ, ഓ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി മറ്റേ പരിപാടി ഒരു സാധനം എടുത്ത് തറയിട്ടുണ്ട്. വലിയ ഇവിടെ നിന്ന് വലിയ വ്യത്യാസം തോന്നില്ല, ഒന്നും വ്യത്യാസമില്ല. അവിടെ എന്തോ സോറി വ്യത്യാസമുണ്ട് കേട്ടോ ഗൈസ്, വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിച്ച കണക്കല്ല, അവരിവിടെ മാറ്റിയിട്ടുണ്ട്. അയ്യോ നമുക്ക് ഇത് തന്നെ ഇവിടെ എല്ലായിടത്തും വെച്ച് വെച്ചങ്ങ് പോയാലോ, അതുള്ളതല്ല ആയിരിക്കില്ലേ. നമുക്ക് ഇത് തന്നെ എല്ലായിടത്തും വെച്ച് പോകും. എക്സ്ട്രാ പോയി എടുക്കുന്നതാണ്, നമുക്ക് ഇത് തന്നെ എല്ലായിടത്തും നോക്കാം. എന്താ ഇരിക്കാത്ത കറക്റ്റ് സ്ട്രൈറ്റ് ഒക്കെ ഡ്രോപ്പ്. അല്ല അതിൻ്റെ ആവശ്യമില്ല, ഡ്രോപ്പായിട്ടുണ്ട്, തന്നെ ഡ്രോപ്പായിട്ടുണ്ട്. ഈ ഗണ്ണെടുത്ത് വെച്ചോളി, നമുക്ക് വേണ്ട അവനെ കൊല്ലണം. ഓടി വാ ഓടി വാ ഓടി വാ ചാടി വാ. നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൊന്നു. അതാണ് നമ്മൾ പവർ. നമ്മളൊരു പൊട്ടിത്തെറിയോടെ മാസൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത്. നമ്മൾ വെറുതെ പോകില്ല, മാസമായിട്ടാണ് പോകുന്നത്. മാസ് കൊല മാസ്. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്. ഓക്കെ നമുക്ക് ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഫോണൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് പെവറല്ലേ, പോലീസുകാരന്മാരാ, ഇങ്ങനെയൊക്കെ പോകാൻ പാടുള്ളൂ. സൗണ്ട് അത്രയും മതി. ഇവിടെ നമുക്ക് ക്ലൈംബ് ചെയ്യാൻ എന്തോ വേണമെന്ന് തോന്നുന്നു. നമുക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ വണ്ടി എങ്ങിടാം ഇവിടെ, നമുക്ക് ഈ വണ്ടിയുടെ മണ്ടയിൽ കയറാൻ പറ്റും നമുക്ക്. പക്ഷേ അപ്പോൾ വണ്ടിയുടെ അകത്ത് കയറിയിരിക്കുന്നു വണ്ടിയുടെ മണ്ടയിൽ കയറും. വണ്ടിയുടെ മണ്ടയിൽ കയറാൻ പാത്ത് കയറണം, ഉള്ളല്ലേ കഴിവുണ്ട്. വാവ്, നമ്മൾ ബുദ്ധിമാൻ തന്നെ. ഷാ എന്താ ബുദ്ധി. നമുക്കവിടെ ലാഡർ എന്തോ കണ്ട് നമ്മൾ ഈസി കളിച്ചപ്പം നമ്മളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് ലാഡർ അടിക്കുക ചെയ്തത്. നമ്മളിപ്പോൾ ലാഡർ എടുക്കാതെ നേരെ നമ്മൾ കളിച്ച് നമ്മൾ ആ മറ്റേ ഒരു കടയിൽ പോയി ലാഡർ അടിക്കുക ചെയ്തു. പൊട്ടി അങ്ങ് എറിച്ച്. ഇനി അവിടെ അത് കാണല്ലേ, ഇതിവിടെ കിടക്കുന്നുണ്ട്. കുറച്ച് ഫ്രണ്ട്. ഓക്കെ എക്സിറ്റ്. പിന്നെ നമുക്ക് ഇതിനെ മണ്ടയിൽ കയറാം. ഇതെന്താണ് ഈ വണ്ടി ഡാൻസ് കളിക്കുന്നത്? വണ്ടി ആരോ ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. നമ്മൾ നിൽക്കാതെ തന്നെ പൊട്ടി. അതെന്തോ സംഭവം, നമ്മൾ നിൽക്കാതെ പൊട്ടിപ്പോയല്ലോ. അതെന്ത് പറ്റിയതോ? നമ്മൾ തള്ളിയാൽ നീ പോയി വണ്ടി. അതെന്തൊരു വണ്ടി? ഇതൊക്കെ ഒരു കാറാണ്. നമ്മൾ തള്ളിയാൽ നീങ്ങുന്ന വണ്ടിയാണ്. ജസ്റ്റ് തള്ളിയാൽ മതി. അയ്യോ, നമ്മളവിടെ നിന്ന സ്പോട്ടിൽ തന്നെ ചാടാൻ നോക്കാം നമുക്ക്. ഇപ്രാവശ്യം നോ മിസ്റ്റേക്ക്.
PC മോഡിൽ ഇതൊക്കെ എന്ത് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ ഞാനാ ഇപ്പോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഷോ അതാണ് ഒന്നുകൂടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മണ്ടകൾ നിന്നില്ല, ഇതിൻ്റെ പൊട്ടി. കുഴപ്പമില്ല. നമ്മൾ ഓവർ ചാടല്ലോ. ഇനി നമ്മുടെ ഒരു 3-4 അറ്റംപ്റ്റ് കൂടെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജയിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 ഇടും കേട്ടോ. നമ്മളൊരു 3-4 പ്രാവശ്യം കൂടെ നമ്മളിത് കളിച്ചു നോക്കും. നമ്മൾക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പാർട്ട് 2 ഇടും. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. പാർട്ട് 2 അല്ല, സോറി, പാർട്ട് 3. ഇനി നമ്മുടെ വിഷയം. ഓക്കെ 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 ഓക്കെ. എന്ത് പരിപാടിയാ? അവിടെ നിൽക്കണം. നമ്മൾ ആ ഭാഗത്ത് തന്നെ അത് തട്ടാൻ നിൽക്കുകയും വേണം. എന്നാൽ നമ്മളവിടെ ചാടി കടക്കാനും പറ്റില്ല. അവിടെ നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ച് കയറാൻ പറ്റുമോ? അല്ല, ചാടാൻ പറ്റുന്ന ഒബ്ജക്റ്റ് ഒന്നുമില്ലല്ലേ? നമ്മളതിൻ്റെ മണ്ടയിൽ ചാടി നിന്നിട്ട് നമുക്കൊരു സൈഡിൽ കൂടെ അതിൻ്റെ നടന്ന് പോകാൻ പറ്റുമോ നോക്കിയാലോ? ഈ വൃത്തിയുടെ സാധനം ഈ വണ്ടിയിടാത്ത കയറുന്ന എന്തിനാ? ദേഷ്യം വരുന്നത് എനിക്ക്. വണ്ടിയിടാത്ത കയറുന്ന എന്തിനാടാ? നേരെ എന്നാ പോയി വണ്ടിയിടാത്ത വണ്ടി എന്താ കണ്ടിട്ടില്ലെങ്കിൽ വണ്ടിയിടാതെ കയറിയെങ്കിരുന്നു. എന്തിനാണ് അത്? എന്ത് വിഷയമാണ്, എന്ത് കഷ്ടമാണ്. എന്ത് വണ്ടിയിടാതെ കയറിയെങ്കിരുന്നു. റീസ്പോണാവാം. ഓക്കെ റീസ്പോണായപ്പോൾ ഓക്കെ. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എടുത്തുകൊണ്ടൊക്കെ പോകും. അത് നല്ലത്. അല്ലാതെ വേറെ നടക്കുന്നില്ല. പരിപാടി മസ്റ്റ്. നമുക്ക് ഇത് വെച്ചാൽ അവിടെ കയറാൻ ട്രൈ ചെയ്ത് നോക്കാം. താഴെപ്പോയി. ഇനി നമുക്ക് എടുക്കണമെങ്കിൽ താഴെ പോകാം. നമ്മൾ മരിച്ചിട്ട് നമുക്ക് പോവാം. മരിച്ചിട്ട് പോകാൻ വിചാരിച്ചു, പക്ഷെ മരിച്ചില്ല. എന്ത് പട്ടിയും അറിയാൻ വയ്യ, നമ്മൾ മരിച്ചില്ല ഇപ്രാവശ്യം. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി, 1 മണിക്കൂർ ഏതാണ്ടായി, തികച്ച് 1 മണിക്കൂറായെന്ന് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ തീരും, അവിടെ തന്നെ കുഴപ്പമില്ല.
നമുക്കിവിടെ എന്തോ ബാഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ട്, വിന്നേഴ്സ് ബാഡ്ജ് എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ പോലീസുകാരനാണോ? ടോപ്പ് കോയിൻസ് മേബി നമുക്ക് നമ്മളെ പേര് ലിസ്റ്റിലില്ല. സൂപ്പർമാൻ ഇവരിലൊക്കെ എത്ര കോയിനുണ്ട്? 900. എൻ്റെ 5000. ഒരു നമ്മൾ അടുത്ത പ്രാവശ്യം ഇത് കളിക്കുമ്പോഴത്തേക്ക് നമ്മളിത് നമ്മളെ മാക്സിമം എന്തോ ചിലപ്പോൾ ലോഞ്ച് നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മളുടെ പരിപാടി ഇവിടെ എന്തോ അവനെ അടിച്ചിടാം. വാ, നമുക്ക് വേറെ പരിപാടിയില്ല. അവനെ കൊല്ലാം. വാ, അവനെ കൊല്ലാം. നീ പോടാ. ഇവിടുത്തെ പോലീസ് ഞാനാ, എല്ലാം ഞാനാ. ഓടിക്കോണം, മര്യാദയ്ക്ക് ഓടി. നമുക്ക് തിരിച്ച് നമ്മൾ നിന്ന സ്ഥലത്തോട്ട് തന്നെ അങ്ങ് പോയാലോ. ഡെസേർട്ട് ലോഞ്ച്. ഓക്കെ, ഇതെന്തോ സ്പീഡ് ബൂസ്റ്റ് കൊള്ളാലോ. നമ്മളെ സ്പീഡും കൂടി. നമ്മളാരാ? മരിച്ചായിരുന്നേ കൊള്ളായിരുന്നല്ലേ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് സ്പീഡ് തന്നെയായി. ഗ്രാവിറ്റി ബൂസ്റ്റ്. അയ്യോ, അവിടെ ഇരിക്കുമോ? താഴെ. അയ്യോ, ഇത്ര സ്പീഡും ഗ്രാവിറ്റി ബൂസ്റ്റ്. കൈ ബോക്സ് എന്തുവാണ്? കൈ ബോക്സ് നമ്മളെന്ന് പറയാം. ഈ ഗ്രോ എന്തുവാണ്? നമ്മളിനി ഗ്രോ ആവൂ. മാക്സിമം ഇത്രയാണോ? മാക്സിമം ഇത്രയോ? ശ്രിങ്ക്. നമ്മളങ്ങ് കുഞ്ഞായി ഉള്ളല്ലേ. നമ്മൾ നോർമലാവട്ടെ. നോർമലാവട്ടെ. നമ്മൾ മുതുക്കായി. ഇത്ര വലുതായിട്ട് ഞാൻ ഈ പോർട്ടലിൽ കൂടെ ഇറങ്ങി. നമ്മളത് എവിടെ എത്തി നോക്കട്ടെ. ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് എടുത്ത് വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.